Hi, welcome to Statistical Mechanics. My name is Sebastian Kuthotil. So we'll start with an introduction to the statistical methods. We will try to understand the basic concepts. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഐഡിയാസ്, ചില ഡെഫിനേഷൻസ്, അതുപോലെ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ക്ലാസിക് പ്രോബ്ലം എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് റാൻഡം വാക്ക് പ്രോബ്ലം, എല്ലായിടത്തും വരുന്ന ഫിസിക്സിൽ തന്നെ വളരെയധികം റെലവൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ നമ്മളിന്ന് ചർച്ച ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമുക്ക് പരിചയം ഉണ്ടാവും. വി ആർ ഡീലിംഗ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഗ്യാസസ് ആവാം, ലിക്വിഡ്, സോളിഡ്സ്, എന്ത് വേണമെങ്കിലും, ഫോട്ടോൺസ്, ഫണ്ടമെൻ്റൽ എലിമെൻ്ററി പാർട്ടിക്കിൾസ്, എന്താണെങ്കിലും ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻവോൾവ്ഡ് ആകുമ്പോൾ 1 or 2 പാർട്ടിക്കിൾസ് അല്ല, ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടിപ്പിക്കലി ഓഫ് ദ ഓർഡർ ഓഫ് അവോഗാഡ്രോ നമ്പർ, അത്രയും ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്ന സിസ്റ്റംസിനാണ് നമ്മൾ പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെനി പാർട്ടിക്കിൾ ഉള്ള സിസ്റ്റംസ് പൊതുവെ ഹൈ എനർജി ഫിസിക്സും ഉണ്ട്, അതുപോലെ മെനി പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ പറയുന്ന കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹൈ എനർജി ഫിസിക്സിൽ തന്നെയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് അവിടെ എലിമെൻ്ററി ആറ്റംസ് എന്ന് പറയുന്നത്, ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ എലിമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസ്, ന്യൂട്രോണോൺസ്, മെസോൺസ് എന്നിങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ആയിരിക്കും, ലാർജ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, അതുപോലെ സോളിഡ്സ്, ലിക്വിഡ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്തിനാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്? യഥാർത്ഥത്തിൽ നമുക്ക് അറിയാം, ഒരു സിംഗിൾ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്, ഓക്കെ, അതിൻ്റെ ടൈം എവല്യൂഷൻ എങ്ങനെയാണ് നമുക്കറിയാം. അതിനെ ഗവേൺ ചെയ്യുന്ന ഫിസിക്കൽ ലോസ് നമുക്കറിയാം, ഫിസിക്സിലെ നിയമങ്ങൾ നമുക്കറിയാം. നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്, ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉണ്ട്. അത് കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടെ സബാറ്റോമിക് ലെവലിലേക്ക് വേണം, ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഇവിടെയെല്ലാം നമുക്ക് സിംഗിൾ പാർട്ടിക്കിൾസിൻ്റെ ഇവല്യൂഷൻ, ഇതിനെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ അറിയാം. അപ്പോൾ നമുക്കറിയാം, ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ എക്സാമ്പിളാണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നമുക്കിത് സോൾവ് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, സോൾവ് ചെയ്യാം. ഈ ഫോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരുന്നാൽ മതി. ഫോഴ്സും അറിഞ്ഞിരിക്കണം, അതുപോലെ 2 ഇനീഷ്യൽ കണ്ടീഷൻസും വേണം, ഇനീഷ്യൽ മൊമെൻറ്റും ഇനീഷ്യൽ പൊസിഷനും, അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഇനീഷ്യൽ വെലോസിറ്റിയും. ഇത് രണ്ടും അറിഞ്ഞ് നമുക്കിത് സോൾവ് ചെയ്യാം. എക്സ് കൊമ പി അറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇതറിയുകയാണെങ്കിൽ നമുക്ക് എക്സ് ഓഫ് ടി കൊമ പി ഓഫ് ടി കണ്ടുപിടിക്കാം. ഇതിനെ നമ്മൾ പൊതുവെ സ്റ്റേറ്റ് ഓഫ് ദ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ്, ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഓക്കെ, എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പൊതുവെ ജനറലായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ആവശ്യമുണ്ട്. ഈ രീതിയിൽ നമുക്കറിയാം. ഇനി ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ നമുക്ക് വേവ് ഫങ്ഷൻസ് ആണുള്ളത്. വേവ് ഫങ്ഷൻസ് ആണ് സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ അറിയുകയാണെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഫ്യൂച്ചർ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടൈം എവല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യമാണ്, പിന്നെ എന്തിനാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന്? അതായത് ഇപ്പോൾ ഓരോ സിംഗിൾ പാർട്ടിക്കിൾസും ഇവോൾവ് ചെയ്യുന്നത് ഏത് നിയമങ്ങളനുസരിച്ചാണ് നമുക്ക് അറിയാമെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിനും ഇത് അപ്ലൈ ചെയ്താൽ പോരെ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ നോ വൺ ഇൻ ദ റൈറ്റ് മൈൻഡ്സ് വുഡ് ഡു ദാറ്റ്. കാരണം വി ആർ ഡീലിംഗ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അത് മാത്രമല്ല, നമ്മൾ മൈക്രോസ്കോപ്പിക് ലോകത്ത് നോക്കുമ്പോൾ സിംഗിൾ പാർട്ടിക്കിൾസ് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു, അത് കാരണം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. മൈക്രോസ്കോപ്പിക്കലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് അതിൻ്റെ കോസസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇവൻറ്റ് സംഭവിച്ചു എന്ന് കരുത്, ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കരുത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ട് തന്നെയുള്ള എക്സ്പ്ലനേഷൻ വേണം. എന്ന് മാത്രമല്ല, ഈ സിംഗിൾ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് 3-4 പാർട്ടിക്കിൾസ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇവല്യൂഷൻ ന്യൂട്ടൺ ഇക്വേഷൻ അനുസരിച്ചോ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചോ വേറെ ഫണ്ടമെൻ്റൽ നിയമങ്ങൾ ഉപയോഗിച്ചോ ഫോളോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഇവല്യൂഷൻ, ടൈമിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സിംഗിൾ പാർട്ടിക്കിളിന് ചെയ്യാം, 2 പാർട്ടിക്കിൾ 3 പാർട്ടിക്കിൾ. ഇപ്പോൾ ചില അപ്രോക്സിമേഷൻസ് ഒക്കെ നടത്തി കുറേ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് വി ക്യാൻ ഡു സംതിങ്, ചില ക്വാളിറ്റേറ്റീവ് ബിഹേവിയർ മനസ്സിലാക്കാം. പക്ഷേ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഫോളോ ദ മോഷൻ ഓഫ് ഈച്ച് പാർട്ടിക്കിൾ സെപ്പറേറ്റ്ലി.
ഓക്കെ, യഥാർത്ഥത്തിൽ അത് മതി, പക്ഷേ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്, പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. ഇനി പോസിബിൾ ആണെങ്കിൽ തന്നെ ഞാൻ നീ പറഞ്ഞ പോലെ ഇറ്റ് ഡസൻറ്റ് എക്സ്പ്ലെയിൻ മച്ച് അബൌട്ട് അവർ മൈക്രോസ്കോപ്പിക് വേൾഡ്. ഇറ്റ് ഡസൻറ്റ് എക്സ്പ്ലെയിൻ മച്ച് അബൌട്ട് അവർ മൈക്രോസ്കോപ്പിക് വേൾഡ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള അപ്രോച്ച് ആവശ്യമാണ്. ഓക്കെ, സോ we don't usually write down the equation of motion for separate particles, solve them and then find the future. No, that's hopeless. We cannot do that. Okay, the aim is to use this basic physical laws. Okay, basic physical laws നമുക്ക് ഓൾറെഡി അറിയാം. ഒരു പാർട്ടിക്കിളിനെ ഗവേൺ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബോക്സ് ഓഫ് ഗ്യാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് ഒരു സിംഗിൾ മോളിക്യൂൾ എടുത്താൽ അത് ഒബേ ചെയ്യുന്ന ബേസിക് ഭൗതികശാസ്ത്ര നിയമങ്ങൾ, ബേസിക് ഫിസിക്കൽ ലോസ് നമുക്കറിയാം. ചില കേസിൽ ന്യൂട്ടൻ്റെ ഇക്വേഷൻ മതിയാവും, ചില കേസിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ വേണ്ടി വരും. പക്ഷേ നമുക്ക് ഇതറിയാം, ബേസിക് ഫിസിക്കൽ ലോസ് നമുക്കറിയാം. ഓക്കെ, ഈ ബേസിക് ഫിസിക്കൽ ലോസിനെ കുറിച്ചുള്ള അറിവ് ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിക് ആയിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ കോംപ്ലക്സ് അതുപോലെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിൻ്റെ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ലോകത്ത് നിന്ന്, മൈക്രോസ്കോപ്പിക് ലോകം നമുക്കറിയാം, ആറ്റംസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും ലോകം. ഓക്കെ, അല്ലെ മൈക്രോസ്കോപ്പിക് ലോകത്തെ നിയമങ്ങളിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലോകം, നമ്മൾ ഈ കാണുന്ന വലിയ ലോകം, സ്ഥൂല പ്രപഞ്ചം എന്ന് പറയും, വലിയ ലോകം എങ്ങനെ ഉണ്ടാവുന്നു, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ അത് തമ്മിലുള്ള ബ്രിഡ്ജാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് മൈക്രോസ്കോപ്പിക് നിയമങ്ങൾ നമുക്കറിയാം, അതിൽ നിന്ന് എങ്ങനെ ഈ മൈക്രോസ്കോപ്പിക് ലോകം എമേർജ് ചെയ്യുന്നു, ഓക്കെ, എങ്ങനെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എമേർജ് ചെയ്യുന്നു എന്നുള്ളത് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഡീൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ ഈ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സ് കിട്ടും. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് കിട്ടും. ഓക്കെ, അതുപോലെ ചില ആവറേജ് ബിഹേവിയറിൻ്റെ പ്രഡിക്ഷൻസ് നമുക്ക് പറയാൻ കഴിയും. ആവറേജ് ബിഹേവിയറിൻ്റെ പ്രൊഡിക്ഷൻസ് പറയാൻ കഴിയും. അതിൻ്റെ സിംഗിൾ പാർട്ടിക്കിൾസ്, ഓരോ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാതെ തന്നെ ഒരു സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് പൊതുവെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പറയുന്നത്. ഇനി പൊതുവെ നമ്മൾ സൈസ് ഓഫ് ദ സിസ്റ്റം എന്ന് വളരെ റാൻഡം ആയിട്ട് പറഞ്ഞു. ഒരു റഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്മോൾ സ്കെയിൽ എന്ന് പറയുന്നത് ഏകദേശം 10 ആങ്സ്ട്രോം ഓർ ലെസ്. അത് ജസ്റ്റ് ഒരു എന്താ വെൽ ഡിഫൈൻഡ് റൂളല്ല. നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് 10 ആങ്സ്ട്രോം ഓർ ലെസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 മൈക്രോൺ, ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു 1 മൈക്രോൺ അല്ലെ അതിൻ്റെ മുകളിലേക്കുള്ള ഇതിനാണ് നമ്മൾ പൊതുവെ മൈക്രോസ്കോപ്പിക് എന്ന് ഉദ്ദേശിക്കുക. നമ്മുടെ ഡിസ്കഷനിൽ, മുന്നോട്ടുള്ള ഡിസ്കഷനിൽ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ്, ഞാൻ പലതും പറഞ്ഞു മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത്. മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തെ എടുത്ത് നോക്കുമ്പോൾ, ഒരു ബോക്സ് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന കുറച്ച് പാരാമീറ്റേഴ്സാണ് മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് തെർമോമീറ്റർ അതിലേക്ക് ഇട്ട് നോക്കാം, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും, അതൊരു മൈക്രോസ്കോപ്പിക് പാരാമീറ്ററാണ്. എന്നിങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് വോള്യം, ഗ്ലാസിൻ്റെ വോള്യം എന്താണെന്ന് പറയാം, അതിലുള്ള പ്രഷർ എന്താണെന്ന് പറയാം. ഓക്കെ, ഇനി മാഗ്നറ്റിക് മെറ്റീരിയൽ ഇതാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്, അതിൻ്റെ ആവറേജ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താണെന്ന് പറയാം. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. തേർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ എന്താ പറയുക, തേർമൽ എനർജി, എൻട്രോപ്പി, ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ട് മെഷർമെൻറ്റ്സിലൂടെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇൻഫർമേഷനെ നമുക്ക് മൈക്രോസ്കോപ്പിക് പാരാമീറ്റർ എന്ന് പറയാം. വോള്യം, പ്രഷർ, ടെമ്പറേച്ചർ, എൻട്രോപ്പി, ഇതെല്ലാം മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സാണ്. ഇനി ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈക്വിലിബ്രിയം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇഫ് സംതിങ് ഡസ് നോട്ട് റിയലി ചേഞ്ച് വിത്ത് ടൈം. നമുക്കറിയാം ഒരു ഈക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിലത്തെ മോളിക്യൂൾസ് എല്ലാം കണ്ടിന്യൂസ് മോഷനിലാണ്. പക്ഷേ മൈക്രോസ്കോപ്പിക്കിൽ അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളത് ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഓക്കെ, ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്ത് നമ്മൾ നോക്കും, മൈക്രോസ്കോപ്പിക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയും. പക്ഷേ നമുക്കറിയാം അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മോഷനിലാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് the microscopic parameters do not vary in time, then we say that the system is in equilibrium. ഇനി ഈ
നിങ്ങൾ തെർമോഡൈനാമിക്സ് നമ്മൾ മുൻപ് പൊതുവെ അണ്ടർ ഗ്രാജുവേറ്റ് ഇയേഴ്സിൽ പഠിക്കുന്നതാണ് തെർമോഡൈനാമിക്സ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ഇതെല്ലാം വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ ചില വേർഡ്സ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒന്ന് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. അതാണ് നമ്മൾ ഈ പറയുന്നതിൽ ഏറ്റവും പഴയ ഫീൽഡ്. അതായത് ഈ ഗ്യാസും അതുപോലെ വാട്ടർ ഇതെല്ലാം മോളിക്യൂൾസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരുന്നതെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് നടത്തുകയും അതിൻ്റെ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് തമ്മിലുള്ള റിലേഷൻസ് എംപിറിക്കലി കണ്ടുപിടിക്കുന്നതിനെയാണ്, എംപിറിക്കലി കണ്ടുപിടിച്ച് ഫോർമുലേറ്റ് ചെയ്ത ഇതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഇതിനെക്കുറിച്ച് യാതൊരു അസംഷൻസും ഇല്ല. ഓക്കെ, അക്കാലത്ത് ആറ്റംസ് അല്ലെങ്കിൽ ആറ്റംസ് മോളിക്യൂൾസ് ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു. അക്കാലത്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഫീൽഡ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് ഐൻസ്റ്റൈൻ്റെ ഒക്കെ കാലം വന്നപ്പോഴാണ് ആറ്റംസ് മോളിക്യൂൾസ് എല്ലാം ഉണ്ടെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് വന്നു തുടങ്ങിയത്. ഓക്കെ, അതിനു മുമ്പ് അങ്ങനത്തെ ഹൈപ്പോത്തസിസ് വന്നിട്ടുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. നല്ലൊരു വിഭാഗം ആൾക്കാർ അത് വിശ്വസിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് ലിക്വിഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്തോ ആണ് എന്നൊക്കെയാണ് അക്കാലത്ത് വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊന്നും തെർമോഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ റെലവൻ്റ് അല്ല. തെർമോഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ മോളിക്യൂൾസ് ഉണ്ടോ ആറ്റംസ് ഉണ്ടോ എന്നുള്ളത് റെലവൻ്റ് അല്ല. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാനും അത് തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാനും ഒക്കെയാണ് തെർമോഡൈനാമിക്സിൽ ശ്രമിച്ചിരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നേരെ തിരിച്ചാണ്. ഈ പറഞ്ഞ തെർമോഡൈനാമിക്കൽ ബിഹേവിയർ ഇതിൻ്റെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് എങ്ങനെ ഈ മൈക്രോസ്കോപ്പിക് ബിഹേവിയർ കിട്ടും എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഈ പൊതുവെ നമ്മൾ സിസ്റ്റം ഇൻ ഈക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റംസ് ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് വളരെ ജനറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സിൻ്റെ എല്ലാ റിസൾട്ട്സും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ അസംഷൻ ഇതാണ്: അണ്ടർലൈങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. മോളിക്യൂൾസോ ആറ്റംസോ എന്ത് വേണമെങ്കിലും ആവാം. അതിൻ്റെ ഫിസിക്കൽ നിയമങ്ങൾ നമുക്കറിയാം. അതിനെ മൊത്തത്തിൽ ആവറേജിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ആവറേജ്ഡ് ബിഹേവിയർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് തെർമോഡൈനാമിക്സും അതുപോലെ തെർമോഡൈനാമിക്സ് പ്രൊഡിക്റ്റ് ചെയ്യാത്ത അനേകം കാര്യങ്ങളും തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത അനേകം കാര്യങ്ങളും മൈക്രോസ്കോപ്പിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കഴിയും. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് ഉണ്ട്. പൊതുവേ ഇതിനെ സിസ്റ്റം ഈസ് നോട്ട് ഇൻ ഈക്വിലിബ്രിയം, സിസ്റ്റം ഈക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമുക്ക് ഉപയോഗിക്കാം. കാരണം പാർട്ടിക്കിൾസ് ഉണ്ട് നമുക്കറിയാം, ആറ്റംസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയാം, അതിനെ ഗവേൺ ചെയ്യുന്ന ഫിസിക്കൽ നിയമങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ആവറേജ്ഡ് ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ മെത്തേഡ്സ് ജനറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് ദാറ്റ്സ് ഓൾസോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് മിക്കതും ഈക്വിലിബ്രിയം സിസ്റ്റംസുമായിട്ടായിരിക്കും കൂടുതലും. മജോറിറ്റി ഓഫ് അവർ ഡിസ്കഷൻ വിൽ ബി അറൗണ്ട് സിസ്റ്റംസ് ഇൻ ഈക്വിലിബ്രിയം ഓർ സിസ്റ്റംസ് നിയർ ഈക്വിലിബ്രിയം, സോ ടു സ്പീക്ക്. വേറൊരു അപ്രോച്ച് ഉണ്ട്, കൈനറ്റിക് തിയറി. ഇത് ബോൾട്സ്മാൻ ഒക്കെ കൂടി ഡെവലപ്പ് ചെയ്തതാണ്. കൈനറ്റിക് തിയറിയിൽ സിസ്റ്റം ഈക്വിലിബ്രിയത്തിൽ അല്ലാത്തപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഈക്വിലിബ്രിയം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ മെത്തേഡ്സ് അവൈലബിൾ അല്ലാത്തപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. അതൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അതായത് പാർട്ടിക്കിൾസ് അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഇതെല്ലാം അറിയുകയാണെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ സാധ്യമാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര ജനറൽ അല്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ അത്ര ജനറൽ അല്ല അതിൻ്റെ റിസൾട്ട്സ്, പക്ഷേ അത് പോസിബിളാണ്. അതിനെ നമ്മൾ കൈനറ്റിക് തിയറി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഇൻട്രാക്ഷൻസിനെ കുറിച്ചുള്ള അസംഷൻസ് വേണം, ഇൻട്രാക്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഈ ന്യൂട്ടൺസ് ഇക്വേഷൻ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. സിസ്റ്റംസിൻ്റെ ഇതിനെ ബിഹേവിയറിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. അതിന് ബോൾട്സ്മാൻ ഇക്വേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ സോൾവ് ചെയ്യുന്നതിലൂടെ, സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള വഴിയല്ല, എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അങ്ങനെയുള്ള തിയറി നമുക്കുണ്ട്. ഇനി നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ചില ഹിസ്റ്റോറിക്കലായിട്ടുള്ള നോട്ടുണ്ട്. ആദ്യം പ്രധാനപ്പെട്ട ഐഡിയ ഹീറ്റ് എന്താണെന്നുള്ളതായിരുന്നു. ആദ്യം വിചാരിച്ചിരുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലാണ്, ഒരു ഫ്ലൂയിഡാണ് എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇന്ന് നമുക്കറിയാം മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ, അതിൻ്റെ എനർജിയാണ് നമുക്ക് ഹീറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അന്ന് മോളിക്യൂൾസിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ അത് എക്സ്പ്ലിസിറ്റായിട്ട് R.J. മേയറാണ് മുന്നോട്ട് വെച്ചത്. എക്സ്പെരിമെൻ്റൽ വർക്കിലൂടെ ഇതിൻ്റെ പ്രഡിക്ഷൻസ് ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, ഹീറ്റ് എൻജിൻസിനെ കുറിച്ചുള്ള അനാലിസിസ് ഫ്രഞ്ച് എഞ്ചിനീയറായ സാഡി കാർനോട്ട് ആണ് ഡെവലപ്പ് ചെയ്തത്.
അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും ഈ എൻജിനീയേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അന്ന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റീം എൻജിൻസ് ഉണ്ടാക്കുക, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാം എന്നുള്ള ശ്രമങ്ങളാണ്, എന്നതുമായിട്ട് ബന്ധപ്പെട്ട ശ്രമങ്ങളാണ് പൊതുവെ ഈ തെർമോഡൈനാമിക്സിൻ്റെ പല കാര്യങ്ങളിലേക്കും നമ്മളെ എത്തിച്ചത്. അതുപോലെ തെർമോഡൈനാമിക് തിയറി കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത് ക്ലോസിയസ് ആൻഡ് ലോർഡ് കെൽവിൻ അറൗണ്ട് 1850. ഈ എൻട്രോപ്പി, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം വർക്കിലേക്ക് എത്തിയ കാലഘട്ടമാണ് ഇത്. അതുപോലെ കൂടുതൽ ഗിബ്സ് ആണിത് കൂടുതൽ ഡെവലപ്പ്, ഗിബ്സ് ഫ്രീ എനർജി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, വളരെ കോമൺ ആയിട്ട്. അത് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ്. അതുപോലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒക്കെയാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇത്. പിന്നീട് ഒരു ബ്രേക്ക് ത്രൂ വരുന്നത് അതിനൊരു അറ്റോമിക് അപ്രോച്ച്, നമ്മളീ പറയുന്ന ഗ്യാസും ലിക്വിഡ്സും എല്ലാം ദേ കൺസിസ്റ്റ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നുള്ള ഇതിൽ നിന്നാണ് കൈനറ്റിക് തിയറി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അത് മാക്സ്വെൽ, ബോൾട്സ്മാൻ, ക്ലോസിയസ് എന്നിങ്ങനെയുള്ള ആൾക്കാരാണിത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ ബോൾട്സ്മാൻ ഒരു ഇൻറ്റഗ്രൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇത് സോൾവ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരുന്നു. സോൾവ് ചെയ്യാൻ ചില മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചാപ്മാൻ ആൻഡ് എൻസ്കോഗ് എന്നിങ്ങനെയുള്ള ആൾക്കാരാണ്. ഓക്കെ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കൈനറ്റിക് തിയറിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അത് ബോൾട്സ്മാൻ ആണ് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു പയനിയർ ആണെന്ന് നമുക്ക് പറയാം. ബോൾട്സ്മാൻ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തുടക്കക്കാരൻ. അതായത് അറ്റോമിക് ഹൈപ്പോത്തസിസ് ഉപയോഗിച്ച് ഇതെല്ലാം മോളിക്യൂൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള ഹൈപ്പോത്തസിസ് ഉപയോഗിച്ച് നമുക്ക് തെർമോഡൈനാമിക്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ കഴിയും എന്ന് കൃത്യമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് ബോൾട്സ്മാൻ ആയിരുന്നു. അക്കാലത്ത് അധികം അത് വിശ്വസിച്ചിരുന്നില്ല. ബോൾട്സ്മാൻ ഇത് മുന്നോട്ട് വയ്ക്കപ്പെട്ട കാലത്ത് അധികം ഇത് വിശ്വസിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എൻട്രോപ്പി ഓൾവേസ് increases with time. Entropy of an isolated system always increases with time or remains constant. It can never decrease. എന്നിങ്ങനെയുള്ളൊരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം. ഇതിനൊരു പ്രോബബിലിസ്റ്റിക് ബേസിസ് ആണുള്ളത്, ഒരു അബ്സല്യൂട്ട് നിയമമല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ബോൾട്സ്മാനാണ് മുന്നോട്ട് വെച്ചത്. ആദ്യകാലത്ത് വളരെയധികം എതിർപ്പുകളും വളരെയധികം കൺഫ്യൂഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ബോൾട്സ്മാൻ തുടങ്ങി വെച്ച ആ ഒരു മെത്തേഡാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. എൻട്രോപ്പിയുടെ കാര്യമാണ് ഇറിവേഴ്സിബിലിറ്റി എന്നത്. ഇറിവേഴ്സിബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ അല്ലെ ഫിസിക്സിലെ തന്നെ വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രജക്ടറി കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ, ടൈം എവല്യൂഷൻ കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിലും ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിലും എല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചറും പാസ്റ്റും എല്ലാം കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നത് ഫിസിക്സിൻ്റെ നിയമങ്ങളാണ്, കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ്. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയും റിവേഴ്സിബിൾ എന്ന് പറയും. ചില കേസിൽ ടൈം സിമെട്രിക് എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ചുകൂടി ജനറലായിട്ട് റിവേഴ്സിബിൾ എന്ന് പറയും. പക്ഷെ നമ്മൾ മൈക്രോസ്കോപ്പിക് സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ റിവേഴ്സിബിൾ അല്ല എന്ന് കാണാൻ കഴിയും. ഇതാകുമ്പോൾ നമ്മളൊരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ട് അത് റിവേഴ്സ് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അൺയൂഷ്വലായിട്ടൊന്നും തോന്നില്ല. കാരണം അതും ഫിസിക്കലി അലൗഡ് ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഓസിലേറ്റിംഗ്. ഓക്കെ, അതേസമയം ഒരു ഗ്ലാസ് വീണ് പൊട്ടുന്ന ഒരു വീഡിയോ എടുത്തിട്ട് അതിനെ റിവേഴ്സിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് വളരെ അൺനാച്ചുറലായിട്ട് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിൽ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ അത് റിവേഴ്സിബിളാണ്. പക്ഷേ എന്തുകൊണ്ട് മൈക്രോസ്കോപ്പിക് ലോകത്ത് ഇറിവേഴ്സിബിലിറ്റി ഇല്ല? എന്തുകൊണ്ട് മൈക്രോസ്കോപ്പിക് ലോകത്ത് കാര്യങ്ങൾ ഇറിവേഴ്സിബിളായിട്ട് ഒരു ഡയറക്ഷനിൽ മാത്രം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഒരുപക്ഷെ ബോൾട്സ്മാൻ തുടങ്ങി വെച്ച ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പിന്നീട് ഇതുപോലെ ഗിബ്സിൻ്റെ റോളുണ്ട്, ഗിബ്സാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഐഡിയാസ്, വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില ഐഡിയാസ്. പക്ഷേ ഇത് കുറച്ച് സർപ്രൈസിങ് ആയിട്ട് തോന്നും. ഇത് വളരെ കോംപ്ലക്സ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ആ ഓർഡറിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസായിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആവില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ കോംപ്ലക്സിറ്റി തന്നെയാണ് ഈ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനുള്ള ചില വഴികൾ നമുക്ക് തുറന്നു തരുന്നത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കാം. ആവറേജ് എന്താണ്, പ്രോബബിലിറ്റീസ് എന്താണ് എന്നിങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് കാണാൻ കഴിയും ചില എമർജൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എമർജൻറ്റ് പ്രോപ്പർട്ടീസ്
അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, എലിമെൻ്ററി പാർട്ടിക്കിൾസിന് ഇല്ലാത്ത ചില പ്രോപ്പർട്ടീസ് ഇതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ കാരണം ഉണ്ടായി വരുന്നതാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന പൊതുവെ ഈ എമർജൻറ്റ് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചാണ്. സിംഗിൾ പാർട്ടിക്കിൾസിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തതും ഒരു കളക്ഷൻ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് മാത്രമുള്ളതുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് എമർജൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മുടെ ടെമ്പറേച്ചർ. നമ്മൾ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നതിന് വലിയ മീനിങ് ഇല്ല, ഇറ്റ്സ് നോട്ട് വെരി മീനിങ് ഫുൾ. പക്ഷേ ഒരു ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ എൻട്രോപ്പി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ എമർജൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ പൊതുവെ ഈ മൈക്രോസ്കോപ്പിക് നിയമങ്ങളിൽ നിന്ന് ഈ എമർജൻറ്റ് പ്രോപ്പർട്ടീസ് എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയെന്ന് കരുതുന്നു. കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കോൺസെപ്റ്റ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, ചില ഡെഫിനേഷൻസ് ഉണ്ട്. ഒന്ന് മൈക്രോസ്റ്റേറ്റ് എന്നുള്ളതാണ്. മൈക്രോസ്റ്റേറ്റ്, ഓക്കെ. മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സിസ്റ്റം. ഇറ്റ്സ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സിസ്റ്റം. സ്പെസിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് സ്പെസിഫിക്കേഷനെയാണ് നമ്മൾ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഉദാഹരണത്തിന് ക്ലാസിക്കൽ മെക്കാനിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം അതിൻ്റെ പൊസിഷനും മൊമെൻറ്റുമാണ്. ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം അതിൻ്റെ പൊസിഷനും മൊമെൻറ്റുമാണ്. ഇനീഷ്യൽ പൊസിഷനും മൊമെൻറ്റും അറിഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ ഇക്വേഷൻ അനുസരിച്ച് അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, പാസ്റ്റ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ക്ലാസിക്കൽ മെക്കാനിക്കൽ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ബോക്സ് ഓഫ് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുകയാണ്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ ഓക്കെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റും നമുക്ക് പറയാം. QI, PI. ഓക്കെ, ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് Q1, P1, Q2, P2, Q3, P3 എന്നിങ്ങനെ. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എല്ലാ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയാം. എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഉദാഹരണമാണ്. ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ ഫുൾ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ, കൃത്യമായിട്ടുള്ള വേവ് ഫംഗ്ഷനാണ് നമ്മൾ പറയുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. ഓക്കെ. For a classical system, it may be defined by specifying the instantaneous positions and momenta of all particles in the system. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഫേസ് സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്കൊരു സിംഗിൾ പാർട്ടിക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷനും വേണം, മൊമെൻറ്റും വേണം. സിംഗിൾ പാർട്ടിക്കിൾ, റൈറ്റ്. പക്ഷേ പൊസിഷൻ എന്ന് പറയുന്ന കോർഡിനേറ്റ് 3 ഡയമെൻഷൻ സ്പേസിൽ 3 പൊസിഷൻ കോർഡിനേറ്റ്സും 3 മൊമെൻറ്റം കോർഡിനേറ്റ്സും വേണം സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ. അപ്പോൾ ഇത് ഇമാജിൻ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് വി ഇമാജിൻ എ 6 ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, ഇമാജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി ഇമാജിൻ ചെയ്യുന്നുള്ളൂ. ഫിസിക്കലി നമുക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് മാത്തമാറ്റിക്കലി വി ക്യാൻ കീപ് ട്രാക്ക് ഓഫ് എ 6 ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ ഈ 6 ഡയമെൻഷണൽ സ്പേസ് ഞാൻ വെറുതെ റഫായിട്ട് വരയ്ക്കുന്നത്, 3 ഉള്ളൂ, 6 വരയ്ക്കാൻ കഴിയില്ല. ഓക്കെ, 6 ഡയമെൻഷണൽ സ്പേസ്. ഈ 6 ഡയമെൻഷണൽ സ്പേസിൽ ഒരു പോയിൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് 6 നമ്പേഴ്സ് വേണം. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഫേസ് സ്പേസ് എന്ന് പറയുന്നൊരു 6 ഡയമെൻഷണൽ സ്പേസ് ആണ്. അതായത് ഈ ഫേസ് സ്പേസിൽ ഓരോ പോയിൻറ്റും ഓരോ പോസിബിൾ സ്റ്റേറ്റ് ആണ്, സിസ്റ്റത്തിൻ്റെ ഓരോ പോസിബിൾ സ്റ്റേറ്റ് ആണ്. സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ പോസിബിൾ സ്റ്റേറ്റ് ആണ്, കംപ്ലീറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതായത് ഓരോ പാർട്ടിക്കിളിൻ്റെയും ഓരോ പോയിൻറ്റും, ഈ ഫേസ് സ്പേസിൽ ഓരോ പോയിൻറ്റും ഇതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓരോ സ്റ്റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ 6 ഡയമെൻഷണൽ സ്പേസിനെയാണ് നമ്മൾ ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിൻറ്റിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ, ഈ 6 ഡയമെൻഷൻ സ്പേസിൽ ഒരു പോയിൻറ്റിനെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് 6 നമ്പേഴ്സ് ആവശ്യമാണ്. ഈ 6 നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 പൊസിഷൻസും 3 മൊമെൻറ്റുമാണ്. ഇനി 2 പാർട്ടിക്കിൾസ് ആണെങ്കിലോ, 2 പാർട്ടിക്കിൾസ് ആണെങ്കിൽ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലയെന്ന് ഇമാജിൻ ചെയ്യുക. 2 പാർട്ടിക്കിൾസ് ആണ്, 2 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ഫോർ 2 പാർട്ടിക്കിൾ സിസ്റ്റം, സോ ദ ഫേസ് സ്പേസ് വുഡ് ബി 6 മൾട്ടിപ്ലൈഡ് ബൈ 2. ഓക്കെ, 12 ഡയമെൻഷണൽ. ഇപ്പോൾ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് ഇതൊരു 12 ഡയമെൻഷൻ സ്പേസിൻ്റെ ഒരു സിംഗിൾ പോയിൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു സിംഗിൾ പോയിൻ്റ് എന്ന് പറയുന്നത് 2 പാർട്ടിക്കിൾസിൻ്റെയും സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ആണ്. അതായത് നമുക്കിങ്ങനെ എഴുതാം, x1 വെക്റ്റർ, P1 വെക്റ്റർ, 3 കോമ്പണൻസ് ഉണ്ട്. അതുപോലെ x2 വെക്റ്റർ,
P2 വെക്റ്റർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഫേസ് സ്പേസിൽ ഏത് പോയിന്റിലാണെന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ജനറലി ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്, അഗെയിൻ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് കൺസ്ട്രെയിൻസ്, വി ആർ നോട്ട് വറീഡ് അബൌട്ട് കൺസ്ട്രെയിൻസ്, ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിന് ജനറലി വി നീഡ് 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ്, 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ്. അതായത് ഒരു n ഡയമെൻഷണൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമുക്കൊരു 6n ഡയമെൻഷണൽ സ്പേസിലുള്ള പോയിൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ക്ലിയർ ആണ്, നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണിത്. അതായത് n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 6n ഡയമെൻഷണൽ സ്പേസിലെ ഒറ്റ പോയിൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഒറ്റ പോയിൻറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് 6n നമ്പേഴ്സ് ആവശ്യമുണ്ട്. റൈറ്റ്. അപ്പോൾ നമ്മൾ മൈക്രോ സ്റ്റേറ്റ്, നമ്മളീ പറഞ്ഞ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസ് സ്പേസിലെ പോയിൻറ്റിലൂടെയാണ്. ഓക്കെ, ഒരു ഫേസ് സ്പേസിൽ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ ഒരു പോസിബിൾ മൈക്രോ സ്റ്റേറ്റ് ആണ്. നമ്മൾ പിക്ടോറിയൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് 6n ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, ഇത് റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു n പാർട്ടിക്കിൾ സിസ്റ്റം ഉണ്ട്. n പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ ഓരോ പാർട്ടിക്കിളിനും പൊസിഷനും മൊമെൻറ്റും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യാൻ ഓരോ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതായത് വി നീഡ് 6n നമ്പേഴ്സ് ടു കംപ്ലീറ്റ്ലി സ്പെസിഫൈ ദ മൈക്രോ സ്റ്റേറ്റ്. We need 6n numbers to completely specify the microstate of the system. Microstate of the system. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുന്നത് ഈ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസിലെ ഒരു പോയിൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഈ പോയിൻറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ എത്ര നമ്പേഴ്സ് വേണം? 6n നമ്പേഴ്സ് ആവശ്യമുണ്ട്. ഓക്കെ, ഈ n പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ മുഴുവനായിട്ട് ഫേസ് സ്പേസിൽ ഒറ്റ പോയിൻ്റ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ n പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട്, ഈ n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഒരു മൈക്രോ സ്റ്റേറ്റ്, ഒരു കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ മുഴുവനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസ് സ്പേസിലെ ഒറ്റ പോയിൻ്റ് കൊണ്ടാണ്. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്ന് പറയും. റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ സിസ്റ്റത്തിൻ്റെ ടൈം ഇവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പാർട്ടിക്കിളും ഓരോ വഴിക്കായിരിക്കും, പല വഴിക്കാണ് പോവുക. ഓക്കെ, പക്ഷേ ഫേസ് സ്പേസിലെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. ഓക്കെ, ഈ മൈക്രോ സ്റ്റേറ്റിൽ നിന്ന് വേറെ മൈക്രോ സ്റ്റേറ്റിലേക്ക് ഫേസ് സ്പേസിലെ ഇവല്യൂഷൻ എന്ന് പറയുന്നൊരു സിംഗിൾ ലൈൻ ആയിരിക്കും. റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റിൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറി കൊണ്ട് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് പരിചയമുള്ളൊരു കോൺസെപ്റ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് മൈക്രോ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് മാക്രോ സ്റ്റേറ്റ് ആണ്. ഓക്കെ, മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ വേറെ തരം സ്പെസിഫിക്കേഷനാണ്. മൈക്രോ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പൊതുവേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആറ്റം എന്ന അർത്ഥത്തിൽ പലപ്പോഴും ആൾക്കാർ കൺഫ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, സ്റ്റുഡൻസ് കൺഫ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആറ്റം ഒന്നുമല്ല. മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫുൾ n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ്. അതിൻ്റെ എക്സാക്റ്റ് കോൺഫിഗറേഷൻ, അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റേറ്റ്, ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റും സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള സ്പെസിഫിക്കേഷനാണ് അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. Macro state is also a specification of the state of the system, but it's a different kind of specification. Okay? Macro state എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പകരം മാക്രോസ്കോപ്പിക്കലി മെഷർ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മാക്രോ സ്റ്റേറ്റ് എന്ന് പറയാം. Okay, macro state is a specification of the system using macroscopic parameters like temperature, pressure, free energy, entropy, etc. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സ്പെസിഫൈ ചെയ്യുന്നതിന് നമ്മൾ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സിസ്റ്റം, ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. ഒന്ന്, ഇതിലുള്ള ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷനും മൊമെൻറ്റും പറയാം. നമുക്ക് സാധ്യമല്ല, ഇറ്റ്സ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ, ബട്ട് വി ക്യാൻ ഇമാജിൻ ദാറ്റ് സച്ച് എ സ്പെസിഫിക്കേഷൻ എക്സിസ്റ്റ്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് സ്പേസിലുള്ള ഇത് 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആണ്. പോയിന്റ് പറയുന്നത് ദിസ് ഇസ് ദ മൈക്രോ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, വി ഡോണ്ട് നോ ദാറ്റ് ബട്ട് വി ക്യാൻ ഇമാജിൻ ദാറ്റ് ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ സം പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ഫേസ് സ്പേസ്. ഓക്കെ, ഇതിനെയാണ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. വാട്ട്സ് എ ടെമ്പറേച്ചർ, വാട്ട്സ് എ പ്രഷർ, വാട്ട്സ് എ വോള്യൂം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ഇൻ 2 ഡിഫറെൻറ്റ് വേസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, പക്ഷേ മാക്രോ സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ, മാക്രോ സ്റ്റേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിയുമ്പോൾ
അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ മാക്രോസ്റ്റേറ്റ്, ഉദാഹരണത്തിന് നമ്മൾ അതിൻ്റെ വോള്യം അല്ലെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്കറിയാം, വോള്യം, ടെമ്പറേച്ചർ എന്നിങ്ങനെ പറഞ്ഞു, ഇതാണ് എൻ്റെ മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് മൈറ്റ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് മൈക്രോസ്റ്റേറ്റ്. ഓക്കെ, അതായത് ഫേസ് സ്പേസിൽ ഇവിടെയാണെങ്കിലും എല്ലാം നമുക്ക് സെയിം മൈക്രോസ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഓക്കെ, എൻ്റെ അർത്ഥം ദർ മേ ബി ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് വിച്ച് ഗീവ് റൈസ് ടു സെയിം അപ്പിയറൻസ്. ഓക്കെ, ദർ മേ ബി എ ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്, okay, specific configurations or specific states which give rise to the same appearance, same microstate. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും എൻട്രോപ്പി എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓൾറൈറ്റ്, ഇനി ആക്സസിബിൾ സ്റ്റേറ്റ്. Any microstate in which system can be found without contradicting the microscopic information available about the system. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മൈക്രോസ്റ്റേറ്റ് ഇതാണെന്ന് പറഞ്ഞു, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതാണ്, ഇതിൻ്റെ വോള്യൂം ഇതാണ്, ടെമ്പറേച്ചർ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഫേസ് സ്പേസിൽ എവിടെ ആയിരിക്കാം ഈ സിസ്റ്റം, ഇതുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഫേസ് സ്പേസിലുള്ള ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എവിടെയാണ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ആക്സസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു പോസിബിൾ മൈക്രോസ്റ്റേറ്റ്, നമുക്ക് ആക്സസിബിൾ സ്റ്റേറ്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് എ പോസിബിൾ മൈക്രോസ്റ്റേറ്റ് കറസ്പോണ്ടിങ് ടു ദ ഗിവൺ മൈക്രോസ്റ്റേറ്റ്. Okay, it's a microstate, it's a possible microstate corresponding to the given microstate. അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ് ഇവിടെയാണെങ്കിലും എല്ലാം ഞാൻ പറഞ്ഞു ഉദാഹരണം. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ എവിടെയാണെങ്കിലും നമുക്ക് സെയിം അപ്പിയറൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലോരോന്നും, ഇത് ഞാൻ ഫേസ് സ്പേസിലുള്ള പോയിൻറ്റ്സ് ആണ് വരയ്ക്കുന്നത്, ഇതിലോരോന്നും അതിൻ്റെ ആക്സസിബിൾ സ്റ്റേറ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ പോസിബിൾ മൈക്രോസ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. എനിക്കത് വ്യക്തമായി കരുതുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഓൺസാമ്പിൾ. ഇറ്റ്സ് ആൻ അസംബ്ലി ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ് ഓൾ ക്യാരക്ടറൈസ്ഡ് ബൈ ദ സെയിം മൈക്രോസ്റ്റേറ്റ്. ഓക്കെ, ഉദാഹരണത്തിന് N1, V1, T1. ഞാൻ ജസ്റ്റ് ഒരു റഫ് എക്സാമ്പിൾ എടുക്കുകയാണ്. നമുക്ക് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ഈവൻ ബി N1, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളെങ്കിൽ ഇറ്റ് കുഡ് ഈവൻ ബി N1. സിമ്പിളായിട്ട് പറയുകയാണ് N1, V1, T1 എന്നുള്ളതാണ് സിസ്റ്റത്തിൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് കരുതുക. അതായത് മൈക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ, മൈക്രോസ്കോപ്പിക് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ഇതേ മൈക്രോസ്റ്റേറ്റിൽ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഫിസിക്കൽ സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുകയാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് വി ക്യാൻ ഇമാജിൻ ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോപ്പീസ് വിച്ച് ഓൾ ഹാവ് ദ സെയിം എക്സാക്ട്ലി ദ സെയിം മൈക്രോസ്റ്റേറ്റ്. ഇതിനെയാണ് നമ്മൾ ഓൺസാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ആവറേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആവറേജ് എടുക്കാൻ നമുക്ക് ഈ ഓൺസാമ്പിൾ ആവറേജ് എടുത്താൽ മതി. ഈ മൊത്തം ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് ഉണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഈ ഓൺസാമ്പിളിൻ്റെ മുകളിൽ ആവറേജ് ചെയ്താൽ മതി. ഇത് ഈക്വലൻ്റ് ആണ്. അതായത് ലാർജ് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു സിസ്റ്റം കുറേ സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൈക്രോസ്കോപ്പിക് കോൺഫിഗറേഷൻ മാറിക്കൊണ്ടിരിക്കും സ്വാഭാവികമായിട്ട്. മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മൈക്രോസ്കോപ്പിക് കോൺഫിഗറേഷൻ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ മൈക്രോസ്കോപ്പിക് ഇത് മാറുന്നില്ല. അപ്പോൾ ലോങ് ടൈം ആവറേജ് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഓൺസാമ്പിൾ ആവറേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺസാമ്പിൾ ഉപയോഗിക്കുന്നത്. സോ ഓൺസാമ്പിൾ ഈസ് ആൻ അസംബ്ലി ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ് ഓൾ ക്യാരക്ടറൈസ്ഡ് ബൈ ദ സെയിം മൈക്രോസ്റ്റേറ്റ്. ഓക്കെ, അതായത് നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ഇറ്റ് കുഡ് ബി എ ബോക്സ് ഓഫ് ഗ്യാസ്, ഓക്കെ, which is specified by some microstate N1, V1, T1. Just an example for a microstate. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ഇമാജിൻ ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റം ഓൾ വിത്ത് എക്സാക്ട്ലി ദ സെയിം മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ്. ഓക്കെ, all with exactly the same microscopic parameters. Okay, like that, so many of them. ഓക്കെ, ഈ അസംബ്ലിയാണ് നമ്മൾ ഓൺസാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ജനറലി ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഓരോന്നും വേറെ മൈക്രോസ്റ്റേറ്റിലായിരിക്കും. ഈ ഓൺസാമ്പിളിൽ ഓരോ സിസ്റ്റവും ജനറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സിൽ ആയിരിക്കും. അതായത് ലാർജ് നമ്പർ ഓഫ് മോളിക്യുലർ കോൺഫിഗറേഷൻസ്, മോളിക്യുലർ മൂവ്മെൻറ്റ്സ് ആൻഡ് കോൺഫിഗറേഷൻസ് ക്യാൻ ഗിവ് റൈസ് ടു എക്സാക്ട്ലി ദ സെയിം അപ്പിയറൻസ്. റൈറ്റ്, അതുകൊണ്ട് ജനറലി ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സിൽ ആയിരിക്കും. റൈറ്റ്, ഇനി നമുക്ക് ഓൺസാമ്പിളിനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഫേസ് സ്പേസിനെ കുറിച്ച് പറഞ്ഞു, ഓൺസാമ്പിളിനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അതായത്
Ensemble എന്ന് പറഞ്ഞ് we are imagining a large number of systems, okay, an infinite number of systems identically prepared. അതാണ് റേഞ്ച് ഓഫ് അതിന് ഒരു ലാർജ് റേഞ്ച്, ഓരോന്നും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റിലായിരിക്കും. ഇത് മൈക്രോ സ്റ്റേറ്റ് 1-ലാണെങ്കിൽ മറ്റൊരു മൈക്രോ സ്റ്റേറ്റ് 2, അങ്ങനെ ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കോൺഫിഗറേഷൻസും നമ്മൾ ഫേസ് സ്പേസിൽ, ഓരോ സെപ്പറേറ്റ് കോൺഫിഗറേഷൻസും ഫേസ് സ്പേസിൽ വരയ്ക്കുകയാണെങ്കിൽ റീജിയനായിട്ട് നമുക്ക് കരുതാം. അല്ലെങ്കിൽ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്. Swarm of representative points. അതായത് ഇതിലുള്ള ഓരോ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മൈക്രോസ്കോപ്പിക് സ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ എല്ലാം ഓൾ ദീസ് സ്റ്റേറ്റ്സ്, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു n പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് 1 point in phase space. Okay, so these are large number of points in phase space. They all give exactly the same appearance, n1, v1, t1. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എൻസെമ്പിളിനെ ഫേസ് സ്പേസിലുള്ള ഒരു കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. ഇവിടെ റേഞ്ച് ഓഫ് വാല്യൂസ് ഫോർ ഡിവൈസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് സെയിം അപ്പിയറൻസ് ആണ്, സെയിം അപ്പിയറൻസിന് കറസ്പോണ്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രോബബിലിറ്റി. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പ്രോബബിലിറ്റി ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല. ദ പ്രോബബിലിറ്റി PR of occurrence of an event R in a system is defined with respect to statistical ensemble of n such systems. ഓക്കെ, നമ്മൾ ensemble ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റിയെക്കുറിച്ച് പറയാൻ കഴിയും. ഉദാഹരണത്തിന് സിസ്റ്റം ഒരു സ്പെസിഫിക് മൈക്രോ സ്റ്റേറ്റിലാവാൻ എന്താണ് പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയും. സിസ്റ്റം ഒരു സ്പെസിഫിക് മൈക്രോ സ്റ്റേറ്റിലാവാൻ എന്താണ് പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മൈക്രോ സ്റ്റേറ്റുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇവൻ്റ് ആവാം, എന്തെങ്കിലും ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി ആവാം. The probability PR of an event R in a system is defined with respect to statistical ensemble of n such systems. Okay? If n R systems in the ensemble exhibit the event R, then probability PR എന്ന് പറയുന്നത് nr divided by n. Okay, ഈ പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടി വേണമെങ്കിലും ആവാം. ഈ പ്രോപ്പർട്ടി ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് 1000 മൈക്രോ സ്റ്റേറ്റ്സ്. ഇമാജിൻ വി ആർ ടോക്കിംഗ് അബൌട്ട് 1000 മൈക്രോ സ്റ്റേറ്റ്സ്. Okay, 1000 microstates, and suppose 10 of these microstates have some specific property R. Alright, അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ പ്രോബബിലിറ്റി ഫോർ ദിസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ എന്താണ് പറയുന്നത്, ഇതിൻ്റെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കുന്ന ഈ ഓൺസംബിളിലെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് വുഡ് ബി 10 divided by 1000. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് nr systems in the ensemble exhibit the event R, then PR is equal to nr divided by n. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് യു ക്യാൻ ഇമാജിൻ മേക്കിംഗ് എ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ്. ഓക്കെ, ഈ ഓൺസംബിളിൽ നമ്മൾ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ചെയ്യണം. ഓൺസംബിൾ എന്ന് പറഞ്ഞാൽ വി ആർ ഇമാജിനിങ്. ഓക്കെ, വി ഹാവ് സോ മെനി ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റംസ്. വി ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റംസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓൺസംബിൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മെഷർമെൻറ്റ്സ് നടത്തുകയാണ്. ഓക്കെ, ഒരു സ്പെസിഫിക് മെഷർമെൻറ്റ്സ് ഇതിൽ ഓരോന്നിലും നമ്മൾ മെഷർമെൻറ്റ്സ് നടത്തുന്നത്. ഓരോന്നിലും അറ്റ് ദ സെയിം ടൈം നമ്മൾ യു ക്യാൻ ഇമാജിൻ. ഓക്കെ, വി ആർ ജസ്റ്റ് ഇമാജിനിങ്, വി ആർ നോട്ട് ആക്ച്വലി ഡൂയിങ് ദിസ്. വി ക്യാൻ ആക്ച്വലി ഇമാജിൻ വി ആർ മേക്കിംഗ് മെഷർമെൻറ്റ്സ് ഓൺ ദിസ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഉദാഹരണത്തിന് 100 സിസ്റ്റംസിൽ 100 മെഷർമെൻറ്റ്സിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടി, വേറൊരു ഇതിലും കിട്ടിയില്ല എന്ന് കരുതുക. ഓക്കെ, R എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി കാണാൻ കഴിഞ്ഞു, വേറൊന്നിലും കിട്ടിയില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഫോർ ദിസ് ഇവൻറ്റ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് nr, ഈ കേസിൽ 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സിസ്റ്റംസ് ഇൻ ദ ഓൺസംബിൾ. ഇത് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. അതായത് ഒരു ടോട്ടൽ നമ്പർ ഉണ്ട്, അതിൽ ഒരു ഫ്രാക്ഷൻ, ഓക്കെ, എത്ര ഫ്രാക്ഷൻ of systems behave in a particular way. Okay, what's the fraction of systems that behave in a particular way എന്നുള്ളതിനെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് പറയാം. ഇപ്പോൾ ഒരു വേരിയബിൾ ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇതൊരു കണ്ടിന്യൂസ് വേരിയബിൾ. ഉദാഹരണത്തിന് പൊസിഷൻ എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിളാണ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി, അപ്പോൾ ഉദാഹരണത്തിന് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ട്സ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഈസ് അറ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ സ്പേസ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ആവശ്യമാണ്. കാരണം നമ്മൾ വെറുതെ പ്രോബബിലിറ്റി കണക്കാക്കുന്നത് ഇത് കണ്ടിന്യൂസ് വേരിയബിൾ ആയത് കാരണം നമ്മൾ ഏതൊരു ലൈൻ എടുത്താലും ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് അല്ലേ. ഏതൊരു പോയിൻ്റ് എടുത്താലും ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏതൊരു സിസ്റ്റത്തിൻ്റെയും ഒരു സ്പെസിഫിക് പൊസിഷനിൽ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ഇറ്റ് ബിക്കംസ് 0. കറക്റ്റ്, കാരണം ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്. 1/∞ ഈസ് 0.
Okay, so any number divided by infinity is written as 0, right? അതായത് കണ്ടിന്യൂസ് വേരിയബിൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം കണ്ടിന്യൂസ് വേരിയബിൾ വരുമ്പോൾ ഇറ്റ് ക്യാൻ ടേക്ക് എൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ക്രീറ്റ് കേസിലുള്ള പോലെ ഡയറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. വി ആർ യൂസിങ് ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലസ്, റൈറ്റ്? വിൽ ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി സ്മോൾ റീജിയൻസ് ഈച്ച് ഓഫ് ലെങ്ത് du, റൈറ്റ്? ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് ആണെങ്കിൽ, പൊസിഷൻ ആണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് വെരി സ്മോൾ റീജിയൻസ് ഓഫ് ലെങ്ത് dx. ഉദാഹരണത്തിന് നമ്മൾ കാൽക്കുലസിൻ്റെ മെഷീനറിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഒരു ആൻറ്റന എടുക്കുക. മുൻപ് നമ്മൾ കാൽക്കുലസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാത്തതിന് മുമ്പ് നമുക്ക് പാരഡോക്സിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എടുക്കുക. ഒരു ആൻറ്റന നമുക്കറിയാം, പണ്ട് ദൂരദർശനം കണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൻറ്റന ഉണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഈ കാക്ക ഇടയ്ക്ക് ഈ ആൻറ്റനയിൽ വന്നിരിക്കാറുണ്ട് അല്ലേ? കാക്കകൾ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കാക്ക വന്നിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട്സ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ ക്രോ വിൽ സിറ്റ് അറ്റ് എനി പെർട്ടിക്കുലർ പോയിന്റ്? നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ആണെന്ന് കാണാം. നമ്മൾ അതായത് കാൽക്കുലസിൻ്റെ മെഷീനറി ഉപയോഗിക്കുന്നില്ല, നമുക്ക് 0 ആണെന്ന് കാണാം. കാരണം there are infinite number of points, right? So what's the probability of the crow sitting at any of these points? Since there are infinite number of points, the probability becomes 0. പക്ഷേ കാൽക്കുലസിൻ്റെ മെഷീനറി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്, വിൽ ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി സ്മോൾ ഇൻഫിനിറ്റെസിമൽ ലെങ്ത് ഈച്ച് ഓഫ് ലെങ്ത് dx, റൈറ്റ്? അതുപോലെ നമ്മളിവിടെ പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യാൻ നമ്മൾ അതേ കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി റോ ഓഫ് യു ഇസ് ഡിഫൈൻഡ് ബൈ ദ പ്രോപ്പർട്ടി ദാറ്റ് റോ ഓഫ് യു du, rho of u multiplied by du yields the probability of finding the continuous variable u. It could be the position, it could be momentum, it could be anything, okay, in the range between u and u plus du. ഓക്കെ, അതായത് യു എന്നുള്ളൊരു പൊസിഷനാണ് എടുക്കുക, എക്സ് എന്നുള്ള പൊസിഷൻ എടുക്കുക. ഓക്കെ, വി ക്യാൻ ഇമാജിൻ അനദർ പൊസിഷൻ എക്സ് പ്ലസ് ഡി എക്സ് വിച്ച് ആർ ഇൻഫിനിറ്റെസിമലി നിയർ ബൈ. Okay, then we'll say rho of x dx is the probability of finding the crow or the particle or the object in this interval. Okay, rho of x dx is the probability of finding the system in this interval. Okay, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. റോ ഓഫ് എക്സ് ഇസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. യു ക്യാൻ ഇമാജിൻ ഇറ്റ് ആസ് എ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് ഓർ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വേരിയേഷൻ ഓഫ് സം പാരാമീറ്റർ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നൗ 3 ഡയമെൻഷൻ ആണെങ്കിൽ നമ്മളിവിടെ ഒരു വോളിയം ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡി ക്യൂബ് എക്സ് എന്ന് ഉപയോഗിക്കേണ്ടി വരും. റൈറ്റ്, ദാറ്റ്സ് ദ റീസൺ വൈ വി കോൾ ഇറ്റ് ആസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ കേസ് നമ്മൾ ഡീൽ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് പലതും കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട്സ് എ മീൻ വാല്യൂ? മീൻ വാല്യൂ നമ്മൾ പറയുന്നത് ആവറേജ് വാല്യൂ എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ്. ക്വാണ്ടം മെക്കാനിക്സിനാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് നമ്മൾ പറയും. ആവറേജ് വാല്യൂ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് യു ക്യാൻ തിങ്ക് ഓഫ് അഗെയിൻ an ensemble. Okay, ensemble where there are total capital N number of systems. You can think of an ensemble where there are capital N number of systems. Okay, now we are measuring some property. Let's say a property UR. Okay, or property U. We are measuring some property U. Okay, so let's say N1 systems return the value U1. ഇത് എന്തെങ്കിലും ഒരു മെഷേർഡ് വാല്യൂ, പൊസിഷനോ മൊമെൻറ്റോ എന്ത് വേണമല്ലോ. നമ്മൾ എൻസെമ്പിൾ ഇത് മെഷർ ചെയ്യുമ്പോൾ യു ആർ ഇമാജിനിങ്, ഓക്കെ, N1 ഹാസ് വാല്യൂ U1, N2 ഓഫ് ദ സിസ്റ്റംസ് ഹാവ് വാല്യൂ U2, N3 ഓഫ് ദം ഹാവ് U3 പ്ലസ് എറ്റ്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിനെ ആവറേജ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ആഡ് ഓൾ ഓഫ് ദം ആൻഡ് ഡിവൈഡ് ദം ബൈ ദ ടോട്ടൽ നമ്പർ. റൈറ്റ്, ആഡ് ഓൾ ഓഫ് ദം, ഡിവൈഡ് ദം ബൈ ദ ടോട്ടൽ നമ്പർ. നിങ്ങൾ ഫിസിക്സ് ലാബിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ഒരു നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ വാല്യൂ എടുക്കും, അത് ആഡ് ചെയ്യും, എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ ആവറേജ് എടുക്കുക എന്ന് പറയുന്നത് നമുക്കിങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആവറേജ് ഓഫ് യു ഇസ് ഈക്വൽ ടു N1 U1 പ്ലസ് N2 U2 പ്ലസ് N3 U3 പ്ലസ് എറ്റ്സെട്ര. ഓക്കെ, പക്ഷേ ഈ N1 ബൈ N ഇതിന് നമുക്കിങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു N1 ബൈ N U1 പ്ലസ് N2 ബൈ N U2 പ്ലസ് എറ്റ്സെട്ര. ആൻഡ് വാട്ട്സ് ദിസ് N1 ബൈ N? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ P1 എന്ന് പറയാം. ഓക്കെ, N1 ബൈ N എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് systems. Okay, or fraction of systems which give you a particular value U1. Okay, so this is P1 U1 plus P2 U2 plus P3 U3. അപ്പോൾ നമ്മൾ ഈ പ്ലസ് എറ്റ്സെട്ര.
നമ്മൾ ഈ ആവറേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് P1 U1 പ്ലസ് P2 U2 പ്ലസ് P3 U3. ജനറലി യു ക്യാൻ കോൾ ഇറ്റ് ആസ് സമ്മേഷൻ ഓവർ R PR UR. ഇതിനാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കേസിലാണ്. കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിൾ യു എന്ന് തന്നെ നമ്മൾ ഡിസിഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതേണ്ടി വരും. ഇറ്റ്സ് യു റോ ഓഫ് യു ഡി യു. ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം, റൈറ്റ്? യു ടേക്ക് യു ആർ, മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ പ്രോബിലിറ്റി ആൻഡ് ആഡ്. അതാണ് ഡിസ്ക്രീറ്റ് കേസിൽ ചെയ്യുന്നത്. കണ്ടിന്യൂസ് കേസിൽ യു ടേക്ക് യു, the value, particular value you multiply it with the probability density, okay, or the probability. This is probability density ആണെങ്കിൽ ഇത് probability density ആണെങ്കിൽ ഇത് probability ആണ്. This is the probability, right? And instead of adding you integrate, so it's exactly the same concept. ഇതിനാണ് നമ്മൾ മീൻ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്പേർഷൻസ് ഓർ വേരിയൻസ് എന്ന് പറയുന്നത്. The dispersion of U is defined as sigma square is equal to delta U square average. Okay, ഇനി ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ യു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യു മൈനസ് യു ബാർ, അതായത് ആവറേജ് വാല്യൂവിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ മെഷറാണ് ഡെൽറ്റ യു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Alright, അപ്പോൾ ഡിസ്പേർഷൻസ് ഓർ വേരിയൻസ്. The dispersion of U is defined as its average of the quantity delta U square. It's average of the quantity delta U square. എന്താണ് ഈ ഡെൽറ്റ യു എന്ന് നമ്മൾ പറയുന്നത്? ഡെൽറ്റ യു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് യു മൈനസ് യു ബാർ ഓർ യു മൈനസ് ആവറേജ് വാല്യൂ ഓഫ് യു, അതായത് മീൻ വാല്യൂവിൽ നിന്ന് ഓരോ വാല്യൂ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷറാണ് ഈ ഡെൽറ്റ യു എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ 0 ആയിരിക്കും, ഒബ്വിയസ്ലി 0 ആയിരിക്കും, കാരണം ഇറ്റ് വിൽ ബിക്കം average of u minus average of u, that's 0. Okay, so a useful quantity in this case is called the variance or dispersion. So you square this first, you take delta u, you square that first and then you average. Okay, square ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂ ആവും, ആവറേജ് ചെയ്യുമ്പോൾ യു ക്യാൻ ഫൈൻഡ്. ഇനി ആവറേജ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. ഏതൊരു സാധനത്തിന് ആവറേജ് ചെയ്യണമെങ്കിൽ പ്രോബിലിറ്റി ഉണ്ട്, അതിനെ വെയിറ്റ് ചെയ്യുക. You weight it by probability. വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി വെയിറ്റ് കൊടുക്കുക. ആവറേജ് ചെയ്യാൻ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഓരോ ഇൻഡിവിജ്വൽ കേസിൻ്റെയും പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സം ചെയ്യുക. ദാറ്റ് വിൽ ഗിവ് യു ദ ആവറേജ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ ഓർ വേരിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് യു ക്യാൻ ട്രൈ ദിസ്, റൈറ്റ്? യു ക്യാൻ ട്രൈ ദിസ്. അതായത് ഇറ്റ്സ് ദ ആവറേജ് ഓഫ് യു മൈനസ് ആവറേജ് യു സ്ക്വയർ. യു മൈനസ് ആവറേജ് യു സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇറ്റ് ബോയിൽസ് ഡൗൺ ടു ദിസ്. ഓക്കെ, ഫൈനലി യു വിൽ ഗെറ്റ് ദ ആൻസർ. You will see that this is equal to average of the square minus square of the average. Okay, ഇതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇറ്റ്സ് ആവറേജ് ഓഫ് ദ സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് ദ ആവറേജ്. നിങ്ങളിത് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇതാണ്. അൺസർട്ടനിറ്റി ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ഇതിനെ നമ്മൾ ഡിസ്പേർഷൻ അല്ല വേരിയൻസ് എന്ന് പറയും. ഇതിൻ്റെ സ്ക്വയർ റൂട്ടിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ഇതാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറയുന്ന അൺസർട്ടനിറ്റി. ഓക്കെ, ഇപ്പം പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് യു സ്ക്വയർ ദ ഓപ്പറേറ്റർ ഫസ്റ്റ്. അവിടെ ഓപ്പറേറ്ററാണ്. ഓക്കെ, നിങ്ങൾക്ക് പരിചിതമായ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് യു സ്ക്വയർ ഇറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ടേക്ക് ദ ആവറേജ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആവും. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നെഗറ്റീവ് വാല്യൂസ് ഒന്നുമില്ല. ഓക്കെ, സോ നോർമലി ഓർ ജനറലി ദിസ് യു സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ യു. ആവറേജ് ഓഫ് യു സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ സ്ക്വയർ ഓഫ് ആവറേജ് യു, റൈറ്റ്? കാരണം അത് ആവറേജ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. Okay. So generally, if you first square and then average, it's greater than this. All right. So you can say this is always positive. It's always positive or 0. It can never be negative. All right. This dispersion can never be negative. അതുപോലെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് സ്റ്റിർലിങ്സ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. സ്റ്റിർലിങ്സ് ഫോർമുല. ഇറ്റ്സ് എൻ അപ്രോക്സിമേഷൻ ഫോർ ലാർജ് ഫാക്ടോറിയൽസ്. ഈ ഫാക്ടോറിയൽസും കാര്യങ്ങളെല്ലാം. So in statistical mechanics, one of the main things that you need to do is keep track of the numbers. You need to count the number of states, how many states will be there, how many different configurations will be there. So we'll be dealing with factorials and permutations and combinations, etc. When large factorials appears, and
in statistical mechanics, of course, large factorials will appear because we are talking about Avogadro number of particles, okay? Particles of the order of Avogadro number. Right? So in that case, if you can write log n factorial, this is the natural log n factorial is n log n minus n. N log n minus n. The proof is quite simple. Okay, we don't want to discuss that here, but this is the formula that you need to remember. ഈ ഫോർമുല നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്, ഇതിൻ്റെ മോട്ടിവേഷൻ കാണണമെങ്കിൽ യൂഷ്വലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ.